അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കേരള നവോത്ഥാനം എന്ന് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ട് മുസ്ലിം വിഭാഗത്തിന് പരമ്പരാഗതമായ വിദ്യാഭ്യാസം ബഹിഷ്കരിക്കപ്പെട്ടു. അതുപോലെ തന്നെ ആധുനിക ശാസ്ത്രീയമായ വിദ്യാഭ്യാസങ്ങളും കേരള മുസ്ലിം നവോത്ഥാന കുറഞ്ഞു വരികയും ചെയ്തു. 16-ാം നൂറ്റാണ്ട് മതപണ്ഡിതന്മാർ, മതസമൂഹം വിദ്യാഭ്യാസത്തിനു വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ ചില ആളുകളുടെ കറുത്ത കൈകളാൽ സാമൂഹിക നീതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇവിടെ ഇന്ന് ലോകം വിദ്യാഭ്യാസം പണമുള്ളവർക്ക് മാത്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം കേവലം ഒരു പണം മാത്രമായി മാറിയിരിക്കുന്നു. കാരണം ഇന്ന് വിദ്യാഭ്യാസങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം അവർ അതിനെ വെറും ഒരു സമ്പത്തുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം പഠിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും മാത്രം അവസരം കൊടുക്കുന്നു. ഇത് ഇവർ ചെയ്യുന്നത് സാമൂഹിക നീതിയുടെ എതിരായി കൊണ്ടാണ്. മതബോധം മുഖ്യമായി ആധാരമായി മുസ്ലിം സമൂഹത്ത് നവോത്ഥാനം ആശയങ്ങൾ ഒട്ടും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. സ്ത്രീ വിദ്യാഭ്യാസം നിഷേധിച്ചിട്ടുമില്ല. എന്നാൽ ഇവിടെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പലതരത്തിലുള്ള നുണകളാണ്. ഇസ്ലാം ഇവിടെ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്ക് വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇസ്ലാമികമായ വിദ്യാഭ്യാസങ്ങൾക്കും സാമൂഹികമായ വിദ്യാഭ്യാസങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം വിഭാഗം വിദ്യാഭ്യാസത്തിന് എതിരായി ചെയ്യുന്നു എന്നും ഓരോ കള്ളനുണകൾ പ്രചരിപ്പിച്ചിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.